നാട്ടിലെ സജീവ പൊതുപ്രവർത്തകൻ കൂടിയായ അർജുൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ ആൾക്കാരാണ് ഒഴുകിയെത്തിയത്. നാടിൻ്റെ ആകെ പ്രിയപ്പെട്ടവനായിരുന്നു അർജുനെന്ന് നേതാക്കളും അനുസ്മരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൃത്യമായ ഇടപെടലിനെ തുടർന്ന് ഇരു സംസ്ഥാനങ്ങളും ഒത്തൊരുമിച്ച് നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് അർജുന്റെ മൃതദേഹം കുടുംബത്തിന് കൈമാറാനായതെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. കേരള മുഖ്യമന്ത്രി ഒന്നിലധികം തവണ കർണാടക മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുകയും ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. ഞങ്ങളവിടെ ചെന്നപ്പോൾ കർണാടക MLA പറഞ്ഞ ഒരു പ്രവർത്തനത്തിനൊരു ഏകോപനം ഉണ്ടാവുകയും ആ ഏകോപനത്തിലൂടെ ചിട്ടയോടുകൂടിയ പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിക്കുകയും ചെയ്തു. മനുഷ്യൻ്റെ സ്നേഹവും മനുഷ്യനോടുള്ള പ്രതിബദ്ധതയും മറനീക്കി രംഗത്ത് വന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിന്റെ മനസ്സ് മുഴുവൻ അർജുനൊപ്പമാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ ഇടപെട്ടിരുന്നയാളാണ് അർജുനെന്നും കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി. മോഹനൻ മാസ്റ്റർ പറഞ്ഞു. ജനകീയ പ്രശ്നങ്ങളിൽ അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എല്ലാം വളരെ നല്ല നിലയിൽ സജീവമായി ഇടപെട്ട് വന്നിരുന്ന ഒന്നാം തരം ഒരു ചെറുപ്പക്കാരൻ കൂടിയായിരുന്നു സഖാവ് അർജുൻ. മാത്രമല്ല, കേരളത്തിൻ്റെ മനസ്സ് മുഴുവൻ ഈ കുടുംബത്തോടൊപ്പമായിരുന്നു. അത് മലയാളികളുടെ ഒരു സവിശേഷതയാണ്. ഉദാത്തമായ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ മാതൃകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും, അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. എല്ലാ സമയത്തും നാടിനെ സ്നേഹിക്കുന്ന, വീടിനെ സ്നേഹിക്കുന്ന, ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു അർജുനെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് വി. വസീഫ് പറഞ്ഞു. അർജുൻ ഈ കണ്ണാടിക്കലിൻ്റെ പ്രിയപ്പെട്ടവൻ, കേരളത്തിൻ്റെ ആകെ, ഈ നാടിൻ്റെ ആകെ പ്രിയപ്പെട്ടവനായി ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഇടത്തിൽ കണ്ണാടിക്കലിൽ എത്തിയിരിക്കുകയാണ്. പൊതിച്ചോറുകൾ വരുമ്പോൾ, പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ വരുമ്പോൾ ഈ പ്രദേശത്തെ DYFI സഖാക്കളോടൊപ്പം അദ്ദേഹം സജീവമായിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പൊതുപ്രവർത്തകനായിരുന്നു. എല്ലാ സമയത്തും നാടിനെ സ്നേഹിക്കുന്ന, വീടിനെ സ്നേഹിക്കുന്ന, ജനങ്ങളെ ആകെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു രീതിയുടെ ഉടമയായിരുന്നു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.